ഞാൻ ലെഫ്റ്റാണ്, ഞാൻ റൈറ്റ് അല്ല, ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ്. എക്സ്ട്രീം റൈറ്റ് കാണിക്കുന്ന ആളുകളെ കണ്ടാൽ ഞാൻ വിമർശിക്കും. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് വഴക്കിട്ടു നിയമസഭയിൽ. ഞാൻ പറഞ്ഞു നിങ്ങൾ ലെഫ്റ്റ് അല്ല, പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്, നിങ്ങൾ എക്സ്ട്രീം റൈറ്റ് ആണെന്ന് പറഞ്ഞു. കേരളം ലെഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കണം. ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? പ്രോഗ്രസീവ് ആകണം, പ്രോഗ്രസീവ് തിങ്കിങ് ഉണ്ടാവണം. ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ കണ്ണീരൊപ്പാൻ, അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ നമ്മൾ നടത്തുന്ന കഠിനാധ്വാനമാകണം രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും. എന്നാൽ കേരളം നമുക്ക് മാറും, നമുക്കൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ 100% കോൺഫിഡന്റ് ആണ്, 100%. ഈ സെക്കുലറായ കേരളത്തിലെ ജനങ്ങളെ കമ്മ്യൂണലാക്കുന്നത് കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും കുറെ മതമേധാവികളാണ്. അവരുടെയൊന്നും മുന്നിൽ മുട്ടുകുനിക്കരുത്, അവർക്കൊന്നും താൽക്കാലിക ലാഭത്തിന് വേണ്ടി കീഴടങ്ങരുത്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റോട്ടെന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പ് തോറ്റാനൊന്നും കാര്യമില്ല, പക്ഷെ വർഗീയതയെ കുഴിച്ചു മൂടണം. അത് ഈ രാജ്യത്തിന് മുഴുവനുള്ള മോഡലായി കേരളം രാജ്യത്തിന്റെ മുന്നിൽ അന്തസ്സോടുകൂടി തലനിർത്തി നിൽക്കണം. ഇതെല്ലാമാണ് മുഖ്യം. ഇതെല്ലാം നന്നായി ചെയ്യുന്ന ഒരാൾ മുഖ്യനുമാകട്ടെ. നമ്മൾ കേരളയിൽ എതിർത്തു. എന്താണെന്നറിയോ? 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിൽ എംബാങ്ക്മെന്റ് കെട്ടി കേരളയിൽ, ബാക്കി 200 കിലോമീറ്റർ ദൂരം 2 വശത്തും 10 അടി ഉയരത്തിൽ മതിൽ കെട്ടി കേരളയിൽ. കേരളത്തിന്റെ ജോഗ്രഫി എന്താ? സ്ലോപ്പാണ്. നദികൾ ഇങ്ങോട്ട് ഒഴുകുകയാണ്, 41 എണ്ണം. മഴ പെയ്താൽ വെള്ളം കടലിലേക്ക് എത്തുകയാണ്. ഈ സാധനം കെട്ടിവെച്ചാലുള്ള സ്ഥിതി എന്തായിരുന്നു? ഒരു എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്താതെ, ഫീസിബിലിറ്റി സ്റ്റഡി നടത്താതെ ചെയ്താൽ പിന്നെ മതിൽ കെട്ടിയാൽ ഒരു ഗുണം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ട്രെയിൻ മാത്രമല്ല ഓടിക്കാൻ പറ്റുന്നത്, മഴക്കാലം ആകുമ്പോൾ ബോട്ട് കൂടി ഓടിക്കായിരുന്നു. 2 സൈഡിലും മതിൽ കെട്ടി വെച്ചാൽ കേരളത്തിലെ. അപ്പം അത് ഞങ്ങൾ ചെയ്തെന്താ അറിയാം? ഡീറ്റെയിൽ സ്റ്റഡി നടത്തി, റെയിൽവേ എക്സ്പേർട്സ് ആയിട്ട്, ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ആയിട്ട് ചർച്ച നടത്തി ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തി അത് വേണ്ടാന്ന്. അപ്പോൾ 2 ഗവൺമെന്റും ശരിവെച്ചു അത് വേണ്ടാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഓൾട്ടർനേറ്റ് ആണ്, 600ഓളം വളവുകൾ നമ്മുടെ റെയിലുണ്ട്, അത് നികത്തിയാൽ തന്നെ നമുക്കൊരു 2 മണിക്കൂർ സേവ് ചെയ്യാം. 2 മണിക്കൂർ സേവ് ചെയ്യാം. ഇപ്പോൾ ഒരു 500 കോടി രൂപ കേന്ദ്ര റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് വളവുകൾ നികത്താൻ വേണ്ടി. പിന്നെ നിലവിലുള്ള റെയിലിനോട് സമാന്തരമായി തന്നെ സ്ഥലമില്ല കേരളത്തിൽ. കൂടുതൽ സ്ഥലമെടുത്ത് കുറച്ചുകൂടി സ്പീഡിൽ വേണമെങ്കിൽ ട്രെയിൻ ഓടിക്കുക, 2 ട്രാക്കോ 3 ട്രാക്കോ കൂടി ഉണ്ടായിട്ട് ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഡ്രഗ്സ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ശാപമായി മാറുകയാണ്. ഈ പറയുന്ന ബാറൊക്കെ ഉണ്ട്, 40 വയസ്സ് താഴെ ഒരാളും ഇല്ല ബാറിൽ. ബാറുകാരോട് ചോദിച്ചാൽ പറയും 40 വയസ്സുള്ള ആളുകൾ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അത് കേരളത്തിലെ ക്രൈം വർദ്ധിക്കുകയാണ്. നിങ്ങൾ ക്രൈമിന്റെ നേച്ചർ കണ്ട, ബ്രൂട്ടലായിട്ടുള്ള മർഡറൊക്കെയാണ്. ബ്രൂട്ടലാണ്. സാധാരണ ഒരാൾ ചെയ്യാത്ത തരത്തിലുള്ള ചെയ്യുവാണ്. വീടുകളിലൊക്കെ പേടിയാണ് മക്കൾ വരുമ്പോൾ മാതാപിതാക്കൾക്ക്. ചിലരൊക്കെ പ്രൈവറ്റായിട്ട് ഞങ്ങളോട് പറയുന്ന സങ്കടം പുറത്തു പറയാൻ പറ്റില്ല. കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന നമുക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. കേരളം അപകടത്തിലേക്ക് പോവുക. ചോദിച്ചാൽ ഗവൺമെന്റ് പറയും ദേ കേസെടുത്ത എണ്ണം കൂടി, ഈ പ്രാവശ്യം 10,000 കൂടി കേസെടുത്തെന്ന് പറയും. ആരുടെ കേസെടുക്കണമെന്നറിയാം? ഏറ്റവും അവസാനത്തെ വലിക്കണവൻ്റെ അവനെ ഒരു 4 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട്, എക്സൈസിൽ നിർത്തിയിട്ട് ജാമ്യം കൊടുത്തു വിടും. അവൻ 4 മണിക്കൂർ അവിടെ നിന്നതിന് 3 എണ്ണം കൂടി പുറത്തുപോയി വലിക്കും.